അപ്പൊ കൊലയാളി നീ തന്നെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. ഇനി നിനക്ക് വേണ്ടി കൃത്യസമയത്ത് ഈ ബാങ്ക് ഇരുട്ടിലാക്കിയത് ആരാണെന്ന് നീ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇല്ല സാറേ, ഞാൻ കൊന്നിട്ടില്ല. പിന്നെ കൊല്ലാൻ ഉപയോഗിച്ച ബ്ലേഡിന്റെ ഈ പകുതി മുറി നിന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? സർ, എക്സ്ക്യൂസ് മീ. യെസ് സർ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിയെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ വെറുതെ വിടണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവരെക്കാളൊക്കെ തിടുക്കം മാനേജർ സാറിനാണെന്ന് തോന്നുന്നല്ലോ. സർ പ്ലീസ്. പ്രതിയെ കിട്ടിയത് കൊണ്ട് മാത്രമായില്ലല്ലോ മിസ്റ്റർ റോയ്. കറണ്ട് പോയതിനു മുമ്പും കറണ്ട് പോയ ശേഷവും മെയിൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്ന ഈ രവി കറണ്ട് പോയ സമയത്ത് എങ്ങനെ ജനറേറ്റർ റൂമിൽ ചെന്ന് പവർ ഓഫ് ചെയ്ത് തിരിച്ചു വരും? അപ്പോ രവിക്കൊരു സഹായിയുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ ഒരാൾ. അതാരാണെന്ന് രവി തന്നെ പറയും. പറ രവി. ഇത്രയും പേരെ ഇനിയും നിർത്തിയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ക്യാഷ് അതെന്റെ അല്ല സാർ. എന്താടാ നിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ കാശ് നിന്റെതല്ലെങ്കിൽ പിന്നെ ആരുടെയാടാ? എനിക്കൊരാൾ തന്നതാണ്. ആര് തന്നു? പറഞ്ഞോളൂ രവി. ജോൺ സാർ. ഇക്കൂട്ടത്തിൽ ആരാ നിന്റെ ജോൺ സാറ്? രവി വെയിറ്റ്. എന്റെ ഡി മാറി. മറ്റന്നാൾ ഞാൻ നാട്ടിലേക്ക് പോവാ. ഹോളിഡേയ്സിലും വരുമല്ലേ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ഇതിരിക്കട്ടെ. അയ്യോ വേണ്ട സാർ. കം ഓൺ മാൻ, മോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. അവൾക്ക് സ്വീറ്റ്സോ ചോക്ലേറ്റോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഡോക്ടർ അങ്കിൾ തന്നു എന്ന് പറഞ്ഞാൽ മതി. ജോൺ സാറ് നിനക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് തരാറുണ്ടോ? ഉണ്ട് സാർ. ഒരാളെ കൊന്നിട്ട് മർഡർ വെപ്പന്റെ മറുപാതി തെളിവിനായി പാവപ്പെട്ട പിയൂന്റെ പോക്കറ്റിലിടുക. അത് കൈക്കൂലി ആയിരുന്നതുകൊണ്ട് ഇയാൾ ഇത് ഇവിടെ വെച്ച് തുറന്നു നോക്കില്ലെന്നറിയാമായിരുന്നു നിങ്ങളുടെ ബ്രില്യന്റ് ആയ ക്രിമിനലിന്, അല്ലേ? നോ സാർ, എനിക്ക് അതൊന്നും അറിയില്ല. ആ ക്യാഷ് ഇയാൾക്ക് നിങ്ങൾ കൊടുത്താണോ? അതെ, കൊടുത്തതാണ്. എന്തിന്? അല്ല സാർ, ഞാൻ ബാങ്കിൽ വരുമ്പോ he helps me get my work done fast, so I give him some I wanted to change the. ഹലോ ഭായ്, ഇത് CNN ചാനലൊന്നുമല്ല, മലയാളം മതി. അതൊന്നും വേണ്ട. യാ ഓക്കെ, സോറി. ഞാനൊരു സന്തോഷത്തിന്. നിങ്ങൾ രവിയെ സന്തോഷിപ്പിക്കാൻ കൊടുത്ത ആ നോട്ടുകൾക്കിടയിൽ നിന്നാണ് ബ്ലേഡ് കിട്ടിയത്. അതുകൊണ്ട് മർഡർ ചെയ്യാൻ ഉപയോഗിച്ച ബ്ലേഡും നിങ്ങളുടെ നോട്ടുകൾക്കിടയിൽ നിന്ന് കിട്ടിയ ബ്ലേഡും ഒരേ ബ്ലേഡിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. ആൻഡ് ഇറ്റ് മാച്ചസ് പെർഫെക്റ്റ്. നിങ്ങളാണ് കൊല നടത്തിയെന്ന് തെളിയിക്കാൻ do I need any other incriminating evidence? What? Doctor, you will have to come with us. Avinash. Sir. Doctor. Yeah? മൂന്ന് സാധ്യതകളാണുള്ളത്. നമ്പർ 1, മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്തൊരു മർഡർ രവിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ രവി ചെയ്തൊരു മർഡർ നിങ്ങളിൽ ആരോപിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തൊരു മർഡർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരസ്പരം പഴിചാരുന്നു. Look mister, this is going a bit too far. Power fail ആവുമ്പോൾ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. And that guy, the dead guy was standing there. Why don't you check your video security tapes? Fuck the video clip. Fuck it. നിങ്ങൾ നിന്ന സ്ഥലവും ബോഡി കിടന്ന സ്ഥലവും തമ്മിൽ കഷ്ടിച്ച് 6 അടി ദൂരമാണ് ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടയാൾ നിന്ന സ്ഥലം കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു ഡോക്ടർക്ക്, വളരെ ഈസി ആയിട്ട് ഈ മർഡർ ചെയ്യാം. അതിന് ലൈറ്റ് വേണമെന്നില്ല. ഡോണ്ട് ബ്ലഫ്. What rubbish are you saying, sir? പരിചയമില്ലാത്ത അയാളെ ഞാൻ എന്തിനു കൊല്ലണം സർ? ശരി, എനിക്ക് കൊല്ലണം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും നടുവിൽ വെച്ച് ഞാൻ കൊല്ലുവോ സർ? Why don't you think about that? ഞാൻ എന്തുവാ മണ്ടനോ? Do I look like a bloody fool? ഇത്രയ്ക്ക് വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ പേഴ്സിനകത്തുനിന്നും താൻ രവിക്ക് കൊടുത്ത കാശിനകത്താണ് ബ്ലേഡ് പൊതിഞ്ഞു വെച്ചിരുന്നത്. ഈ ബ്ലേഡ് എങ്ങനെ നോട്ടിനകത്ത് വന്നു? നടന്നു കയറിയോ? പിന്നെ സ്വന്തം കുഴി തോണ്ടാൻ
രവി തന്നെ അത് ഒളിപ്പിക്കുമെന്ന് ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ഡോക്ടർ. ആൻഡ് ഐ എം ഷുവർ ഇറ്റ്സ് യു ഡോക്ടർ. ഒരു വിശ്വസ്തന്റെ സഹായത്തോടെ യു കമ്മിറ്റഡ് ദ മർഡർ. പറയണം, എന്തിനു വേണ്ടി? What the fucking fuck is going on here? നിങ്ങൾ എന്താ ഈ മർഡർ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു? I'm sorry sir. Okay sir. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ സമ്മതിച്ചു. ബട്ട് സർ, എന്റെ പേഴ്സിൽ നിന്നാണ് ആ ക്യാഷ് എടുത്ത് ഞാൻ കൊടുത്തത്. ഹൗ വിൽ ദ ബ്ലേഡ് കം ഇൻ ദാറ്റ് സർ? ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അത് പറയുന്നതാണ് സർ. യു മസ്റ്റ് ബിലീവ് യു സർ. Okay doctor, I believe you. You're right. It was a trap. Who laid the trap and who will bell the cat? We will find out. I am extremely sorry that I made you all wait, but I had no other go. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇവിടെ നിന്നും തിരിച്ചു പോയാൽ ഒരിക്കലും തെളിയാത്ത അസംഖ്യം കൊലപാതകങ്ങളിലൊന്നായി ഇതും മാറിയനെ. നിങ്ങൾ ഓരോരുത്തരും ദൃക്സാക്ഷികളല്ലെങ്കിലും മൂകസാക്ഷികളായ ഒരു കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇവിടെ അഴിയാൻ പോവുകയാണ്. നിങ്ങളും ഞാനും പങ്കാളികളായ ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് നിങ്ങളോട് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇന്ന് 1:30 ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയക്ക് പറക്കേണ്ടിയിരുന്ന അജയ് വാസുദേവിനെ പിന്നീട് തന്റെ വരുതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ. ഈ ബാങ്കിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു മർഡർ. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ഹൂ ഇസ് ദ കില്ലർ? അതിസമർത്ഥനായ കൊലയാളി. നിങ്ങളുടെയൊക്കെ മുഖങ്ങൾക്കിടയിൽ ഞാൻ ആ മുഖം പരതി. ഇറ്റ് വാസ് എ ഫാസിനേറ്റിംഗ് ഗെയിം. ആരാവും ആ കൊലയാളി? അവനോ അതോ അവളോ? തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ കൂടെ മകൾ ഒളിച്ചോടുകയാണെന്നുള്ള ഒരച്ഛന്റെ തിരിച്ചറിവ്. മകളുടെ കാമുകനെ ഇല്ലാതാക്കാൻ നിങ്ങൾ കാണിച്ച അതിസാഹസത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആള് മാറിയതാണ്, അല്ലേ മിസ്റ്റർ ഫെർണാണ്ടസ്? ബ്ലൂടൂത്തും ഇന്റർനെറ്റും വഴി ലോകമെമ്പാടും നിന്റെ ആ കോംപ്രമൈസിംഗ് പൊസിഷനിലുള്ള ഫോട്ടോ കാണുമെന്ന് തോന്നി നിനക്കും അവനോടൊരു വൈരാഗ്യമുണ്ടാവാം. കൂട്ടിന് ഫ്രണ്ട്സും കൂടി ആവുമ്പോ ആർക്കും കുറച്ച് ധൈര്യമേറും. താൻ വളരെ സേഫ് ആണ് എന്ന അഹങ്കാരത്തോടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ സമയം മുഴുവൻ വളരെ സൈലന്റ് ആയി നിന്ന ഒരാൾ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നിങ്ങൾക്കിടയിൽ തന്നെ അയാളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇനി അയാൾ പറയും. Vishnu Ramendran, son of Ramendran Nair, Vaishnav Villa, Chelakara PO. And your number is 9846033344. Am I right? കൂട്ടുകാരന്റെ കാമുകി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ ബാങ്കിലെത്തിയവനാണ് നീ. പിന്നീട് ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. വിഷ്ണു, ഐ നോ നീ ഒരു സഹായി മാത്രമാണ്. കില്ലർക്ക് വേണ്ടി കറണ്ട് ഓഫ് ആക്കിയവൻ. എനിക്ക് കൂടുതലൊന്നും നിന്നോട് ചോദിക്കാനില്ല. ആർക്ക് വേണ്ടിയാണ് നീ കറണ്ട് ഓഫ് ആക്കിയത്? ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല. ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമല്ല എടുക്കുക. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും.
ഇവനെ തല്ലിയിട്ട് കാര്യമില്ല. ഉറ്റ സുഹൃത്തിനെ ഒറ്റാൻ ഇവന് കഴിയില്ല. അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് ഇവനും കൊലയാളിയായ ആ സുഹൃത്തും തമ്മിൽ. അല്ലേ ഇടിക്കുള? എന്താ ഇടിക്കുള? ശരിയല്ലേ? അത്രയ്ക്ക് ആത്മബന്ധമല്ലേ നിങ്ങൾ തമ്മിൽ? സർ, എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് വേണ്ട, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല എന്ന പതിവ് വാചകങ്ങളൊന്നും ഇവിടെ വില പോവില്ല. കാരണം എല്ലാ തെളിവുകളും തനിക്കെതിരാണ്. ഒരു പാതി കഷ്ണം ബ്ലേഡിലും ഒരു ടിഷ്യൂ പേപ്പറിലും തുടങ്ങിയതാണ് ഈ കേസിന്റെ ദുരൂഹത. ഒരു പ്രൊഫഷണൽ കില്ലർ, ഒരു ഡോക്ടർ, ഒരു അഡ്വക്കേറ്റ്, ഒരു വെൽ ട്രെയിൻഡ് പോലീസ് ഓഫീസർ, ഇതൊന്നുമല്ലെങ്കിൽ സാധാരണയിലും മുകളിൽ IQ ഉള്ള ഒരാൾ. ഇവരിൽ ആർക്കെങ്കിലും അല്ലാതെ ആ ബ്ലേഡ് അവിടെ ഇടാനും ഫിംഗർ പ്രിന്റ്സ് ഒഴിവാക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാനുമുള്ള ഇന്നേറ്റ് ബ്രില്യൻസ് ഉണ്ടാവില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും തന്നെ ഇന്നിവിടെ ഈ ബാങ്കിലുണ്ടായിരുന്നു. ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യദോഷമാണത്. ആരെ വേണമെങ്കിലും സംശയിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, 6 അടി 1 ഇഞ്ച് പൊക്കമുള്ള അജയ് വാസുദേവനെ കൊല്ലണമെങ്കിൽ, ഇന്റേണൽ കാരറ്റിഡ് ആർട്ടറി കട്ട് ചെയ്യണമെങ്കിൽ അത് അത്ര തന്നെയോ അതിൽ കൂടുതലോ പൊക്കമുള്ള ഒരാൾക്കും ഫിസിക്കലി ഫിറ്റുമായിട്ടുള്ള ആൾക്കുമേ സാധിക്കൂ മിസ്റ്റർ ഇടിക്കുള. മുറിവേറ്റ് വീണ അജയ് വാസുദേവനെ കണ്ട് ബാങ്കിൽ എല്ലാവരും പകച്ചു നിന്ന നിമിഷം പുറത്തുനിന്നും മെയിൻ ഹാളിലേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ കയറി വന്ന നിന്നെ ഞാൻ കണ്ടതാണ്. ജനറേറ്റർ റൂമിൽ കയറി പവർ ആരോ മനഃപൂർവ്വം ഓഫാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കൊലയാളിയുടെ പ്രധാന സഹായിയായി നിന്നെ ഞാൻ സംശയിച്ചു തുടങ്ങി. പക്ഷെ ഇവനെ ഞാൻ സംശയിക്കുന്നു എന്നറിഞ്ഞാൽ യഥാർത്ഥ പ്രതി എന്നിൽ നിന്നും അകന്നു പോകും. സോ ഐ മെയിൻറ്റെയിൻഡ് മൈ സൈലൻസ് ഓൺ ഹിം. ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ അരമുറി ബ്ലേഡ് കൊണ്ട് ഒരിക്കലും ഈ കൊലപാതകം നടത്താൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും ഡീപ്പായ ഒരു ഇൻസിഷൻ മുറിവുണ്ടാക്കാൻ ഒരു ബ്ലേഡ് കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എന്റെ ഊഹം അത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനെത്തിയ ഡോക്ടർ അലക്സും ശരിവെക്കുകയായിരുന്നു. ശ്രാവൺ, എന്റെ 24 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, ഇത്രയും ഡീപ്പായ ഒരു ഇൻസിഷൻ ഈ ബ്ലേഡ് കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ആ ഇൻസിഷൻ അത്രയും ഡീപ്പ് ആവണമെങ്കിൽ the weapon should be something like a sakura that rang a bell. എല്ലാ ഹൈ റിസ്ക് കോമ്പാറ്റ് ഓപ്പറേഷൻസിലും ഒരു ഭാഗ്യചിഹ്നം എന്ന പോലെ നീ നിന്റെ കഴുത്തിലിടാറുള്ള ഈ സിക്കിൾ ലോക്കറ്റ്. And this lucky charm is the real murder weapon. പറ അവിനാഷ്, നീ എന്തിനു ചെയ്തു? What are you saying, sir? Why should I? എന്റെയും ചോദ്യം അത് തന്നെയാണ്. Why should you? And how did you? ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കത്തിൽ തന്നെ നിന്നിലേക്കുള്ളൊരു സൂചന എനിക്ക് കിട്ടിയതാണ്. നീ തന്നെ അതെന്റെ കൈവെള്ളയിലേക്ക് വെച്ചു തന്നു. അജയ് വാസുദേവന്റെ മൊബൈൽ. നിന്റെ ഫാമിലി ആൽബങ്ങളിൽ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുള്ള നിന്റെ അനുജത്തിയുടെ മുഖം. ആ മുഖം a clue to begin with. ഇൻവെസ്റ്റിഗേഷനൊപ്പമുള്ള ഇൻവെസ്റ്റിഗേറ്റർക്ക് മർഡറുമായി എന്തോ ബന്ധം. That made me cautious. നിന്റെ അനുജത്തിയുടെ ഫോട്ടോയും അജയ് വാസുദേവന്റെ ഇമ്മോറൽ സൈഡും കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ ഒരു സാധ്യത തെളിഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും പാസ്റ്റിനെ കുറിച്ച് അന്വേഷിപ്പിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ that led the way. കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. കുറ്റവാളിയായിരുന്നു ഇനിയും കണ്ടെത്തിയിട്ടില്ല. അവൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപർണ ശേഖർ, നിന്റെ അനിയത്തി. അജയ് വാസുദേവന്റെ അച്ഛനിൽ നിന്നാണ് പിന്നീടുള്ള വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടിയത്. അപർണ കോളേജിൽ പഠിച്ചിരുന്ന അതേ സമയത്ത് അജയ് വാസ് ഇൻ കോയമ്പത്തൂർ റണ്ണിംഗ് എ സോഫ്റ്റ്വെയർ ഫേം. അപർണ റേപ്പ് ചെയ്യപ്പെട്ട നാളുകളും അജയ് ബിസിനസ് മതിയാക്കി കോയമ്പത്തൂർ വിട്ട കാലവും ഇറ്റാലിയിൽ. അവിടെയും കൊലയാളി നീയാണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ നിന്റെ മുന്നിലേക്ക് ഇരകളെ ഇട്ട് തന്നുകൊണ്ടേയിരുന്നു. പ്യൂൺ രവി, ഡോക്ടർ, പിന്നതാ ഇപ്പൊ ഇടിക്കുളയും. പ്യൂണിനെയും ഡോക്ടറെയും കുറ്റവാളിയാക്കാനുള്ള നിന്റെ വ്യഗ്രത അതെന്റെ സംശയത്തെ കുറച്ചുകൂടി ഉറപ്പിക്കുകയായിരുന്നു. കൊലയാളി നീയാണെങ്കിൽ അതിന് നിനക്കൊരു സഹായം ഉണ്ടെങ്കിൽ അത് ഇവൻ തന്നെ എന്നെനിക്ക് ഉറപ്പിക്കണമായിരുന്നു. അതിനെനിക്ക്
ഇവനും നീയുമായിട്ടുള്ള കണക്ടിംഗ് ലിങ്ക് എന്താണെന്ന് അറിയണമായിരുന്നു. നിങ്ങൾ ഇതിനുള്ളിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മർഡർ നടക്കില്ല. ഇറ്റ് വാസ് എ ബ്ലൈൻഡ് ചാൻസ്, ബട്ട് ഐ ടുക്ക് ഇറ്റ്. നിന്റെ മൊബൈൽ എനിക്ക് വേണമായിരുന്നു. സോ ഐ കോൾഡ് ദ DGP. അവിനാശിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് കിട്ടണമെന്ന് പറയണം. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ എൻഗേജ്ഡ് ആണെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സർ, DGP. താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് അവിനാശിന്റെ മൊബൈലൊന്ന് വേണമായിരുന്നു. ഇതിലത്തെ ലാസ്റ്റ് ഡയൽ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാം. 10:25-നും 10:55-നും ഇടയ്ക്ക് നിന്റെ മൊബൈലിൽ നിന്നും ആകെ പോയ 3 കോളുകൾ ഒരു മൊബൈലിലേക്കായിരുന്നു. And I asked Revati to trace that number. Hey, can you please note down this number? I'm the Commissioner of Police speaking. I need you to trace the details of this phone number, all right? Yeah. It's 98460-33344. The number belonged to you, Vishnu. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവിനാശ്, നിന്റെ പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദി അജയ് വാസുദേവനാണെന്ന് നീ തിരിച്ചറിയുന്നത് ഈ ബാങ്കിനുള്ളിൽ വെച്ചാണ്. ഇവിടെ വെച്ച് നീ കണ്ടുമുട്ടിയാൾ അജയ് വാസുദേവനാണെന്ന്, അവൻ നിന്റെ പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഒരു കമാൻഡോ ഓപ്പറേഷന് വേണ്ടി ഈ ബാങ്കിനുള്ളിൽ എത്തുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നാളുകളായി തേടി നടന്ന് മുഖം പോലും അറിയാത്ത എന്റെ ആ ശത്രുവിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന്. അജയ് വാസുദേവനല്ലേ പറയണേ? ഞാൻ വിളിക്കടാ. ഓക്കെ, ബൈ. Sign it on. ഓക്കെ. ഏട്ടൻ കണ്ടോ? ടൂറിന് പോയപ്പോ എടുത്ത ഫോട്ടോസാ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു നീ കാരണം. ഇനി ഒരിക്കലും എന്റെ ഏട്ടന്റെ അനിയത്തിയാകാൻ എനിക്ക് പറ്റില്ല. നിന്നെ വിശ്വസിച്ചു പോയെന്ന തെറ്റിന്റെ ശാപമേറെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയൊരു ചതിയിൽ നീ എന്നെ പെടുത്തിയിട്ടും ഇപ്പോഴും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അജയ്, ഞാൻ പോവുകയാണ്. എന്നേക്കുമായി. ആ പേരും സൈനും കണ്ട് അവനാണ് എന്റെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എന്റെ ഉറ്റ സുഹൃത്തായ വിഷ്ണുവിനെ ഞാൻ കണ്ടത്. ഒരു പക്ഷേ അപർണയെന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളുടെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നവൻ. അമേസിംഗ് കോയിൻസിഡൻസ് ഇറ്റ് ഈസ്. നീയും വിഷ്ണുവും അജയ് വാസുദേവനും ഒരേ സ്ഥലത്ത് ഇന്ന് എത്തിച്ചേരണമെന്നുള്ളത് ദൈവനിശ്ചയമാവാം. ഇറ്റ് ഇസ് ബാഡ് ലക്ക്. ഒറ്റയ്ക്ക് ഇത് ചെയ്യാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് നീ വിഷ്ണുവിനെ കൂട്ടുവിളിക്കുന്നു. സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയാവുമ്പോൾ വിഷ്ണുവിനും സമ്മതം. എന്നിട്ട് തൽക്കാലം എനിക്ക് രക്ഷപ്പെടാനായി ഒരു പ്രതിയെ കിട്ടണമായിരുന്നു. അതിനായുള്ള തിരച്ചിലിനിടയിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ആ ഡോക്ടർ എന്റെ മുമ്പിൽ വന്ന് പെട്ടത്.
എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. അളിയ ഒരു മിനിറ്റ് ഇതാ പറഞ്ഞേ. ഹലോ, അത് അവൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അത് അവൻ തന്നെയാ. ഇന്ന് 1:30 ഫ്ലൈറ്റിൽ അവൻ ഓസ്ട്രേലിയക്ക് പോകും. അവൻ പോവരുത്. ഹാളിന്റെ പുറത്തുള്ള ജനറേറ്റർ റൂമിൽ അവിടുത്തെ മെയിൻ സ്വിച്ചും എല്ലാ ബാക്കപ്പും നീ കട്ട് ചെയ്യണം. ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ലീവ് ദിസ് ബാങ്ക് അലൈവ്. എന്നാ പിന്നെ ഞാൻ തന്നെ വാങ്ങിച്ചു തന്നേക്കാം. എന്നോട് ഭയങ്കര അസൂയ. അയ്യോ സന്തോഷം, കറണ്ട് പോയപ്പോൾ കട്ടായിരുന്നു. ഏത് ഫോറിൻ ബാങ്ക് ആണെങ്കിലും കേരളത്തിലെത്തിയ പവർ കട്ട് ഉറപ്പാണ്. ആരെയും പുറത്തേക്ക് വിടാതെ ബാങ്കിങ് അവേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കണമെന്ന സാറിന്റെ തീരുമാനം. അതാണ് എന്റെ കണക്കൂട്ടൽ തെറ്റിച്ചത്. കണക്കുകൾ നിനക്ക് പിന്നെയും പലവരും തെറ്റി. ഒരു കസ്റ്റമറുടെ പേഴ്സണുള്ളിലേക്ക് ഡെഡ് ബോഡിയുടെ അരികിലിട്ട ബ്ലേഡിന്റെ മറുപാതി തിരികെ വെച്ചാൽ പിന്നീടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ അത് കണ്ടെത്തുമെന്നും അന്വേഷണം പല വഴിക്ക് തിരിയുമെന്നും നീ വ്യാമോഹിച്ചു. അതിനായി നീ കണ്ടെത്തിയ ഡോക്ടറുടെ മുഖമാണെങ്കിൽ സംശയം ജനിപ്പിക്കാൻ അനുയോജ്യം. ഗുഡ് ചോയ്സ്. പക്ഷെ നീ പോലും അറിയാതെ ഡോക്ടറുടെ പേഴ്സിൽ നിന്നും അത് പിയൂൺ രവിയിലേക്ക് എത്തി. അവിടെ നീ കൺഫ്യൂസ്ഡ് ആയി. നിന്റെ ആ കൺഫ്യൂഷനിൽ നിന്നും ഐ സ്റ്റാർട്ടഡ് മൈ ഗെയിം. അവിനാഷ്, ഒരുപക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്തിരിക്കും. പക്ഷേ ന്യായീകരണത്തിന്റെ എന്ത് മുഖപടമണിഞ്ഞാലും എ ക്രൈം ഇസ് എ ക്രൈം ആൻഡ് യു വിൽ ഹാവ് ടു പേ ഫോർ ഇറ്റ്. വിഷയം അറിയുന്ന ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു. പക്ഷെ അതുകൊണ്ട് അങ്ങയുടെ നഷ്ടം നികത്താൻ പറ്റില്ലല്ലോ. ലെറ്റ്സ് പ്രേ ഫോർ ഹിം.